നമ്മുടെ നാട്ടിൽ 3 വിഭാഗക്കാരുണ്ട്. ഒന്ന് മനുഷ്യന്മാരെ ഗോമൂത്രം കുടിപ്പിച്ച് വഴികേടിലേക്കാക്കുന്നവരാണെങ്കിൽ, അതായത് വർഗീയതയും ഒക്കെ പറഞ്ഞ് വഴികേടിലാക്കുന്നതാണെങ്കിൽ, മറ്റ് 2 മരിച്ചതിന് ശേഷം വഴികേടിലാക്കുന്നവരാണ്. അതിൽ ഒന്നാമത്തത് RSS എന്നും ബജ്രംഗ് ദളും എന്നൊക്കെ ഒരുപാട് പേരിൽ അറിയപ്പെടുന്ന തീവ്ര ഹിന്ദുത്വ ഫാസിസ്റ്റുകളാണ്. രണ്ടാമത്തത് കേരളത്തിലെ സമസ്തയിലെ AP വിഭാഗം. ഏക ഇലാഹിനെ മാത്രം ആരാധിക്കേണ്ട സ്ഥാനത്ത് മരിച്ചവരുടെ ഖബറുകൾ കെട്ടിപ്പൊക്കി ഇല്ലാത്ത കറാമത്തുകളൊക്കെ പറഞ്ഞ് വിശ്വാസികളെ മക്ബറയിലേക്ക് കൊണ്ടുപോയി അവസാനം നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന വിഭാഗമാണ് ഇവർ. മൂന്നാമത്തത് മുജാഹിദ് എന്ന പേരിൽ അറിയപ്പെടുന്ന വിസ്ഡം ഗ്ലോബൽ എന്ന സംഘടന. അതായത് മാരണത്തിലും കൂടോത്രത്തിലും സിഹിറിലും കണ്ണേറിലും പിന്നെ കരിനാക്കിലും ഒക്കെ വിശ്വസിക്കുന്ന, അത് സത്യമാണെന്ന് നിർബന്ധമായും ആ സംഘടനയിലുള്ളവരെ വിശ്വസിപ്പിക്കുന്ന, വിശ്വസിക്കണം എന്ന് പിടിക്കുന്ന, അതുപോലെ ജിന്ന് ശരീരത്തിൽ കയറും, ജിന്ന് നമ്മളെ സഹായിക്കും, ജിന്ന് നമ്മളില്ലാത്ത സമയത്ത് ഭാര്യയുമായി ബന്ധത്തിലേർപ്പെടും എന്നൊക്കെ വിശ്വസിക്കുകയും വിശ്വസിക്കണമെന്ന് നിർബന്ധം പിടിക്കുന്ന വിഭാഗം, അതിനു വേണ്ടി ഗവേഷണം നടത്തുന്ന വിഭാഗമാണ് വിസ്ഡം ഗ്ലോബൽ എന്ന വിഭാഗം. ഞാനിവിടെ ഒരു ക്ലിപ്പ് കാണിക്കാം. അതായത് മുജാഹിദ് ബാലുശ്ശേരിയുടെ സഹോദരൻ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരിയുടെ ഒരു ക്ലിപ്പ് കാണിക്കാം. അദ്ദേഹത്തിൻ്റെ ഒരുപാട് അനാവശ്യ ക്ലിപ്പുകളുണ്ട്, ഇങ്ങനത്തെ അനാവശ്യ പ്രഭാഷണം. അതിൽ കണ്ണേറ് തട്ടിയാൽ ചെയ്യേണ്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് 700 കോടിയോളം ജനങ്ങളുണ്ട് ഭൂമിയിൽ ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ള. ഇതിൽ നിന്ന് ആരുടെ കണ്ണേറാണ് എനിക്ക് കൊണ്ടത് എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? കണ്ണ് കൊണ്ടവൻ്റെ അടിവസ്ത്രം അലക്കിയ വെള്ളം കൊണ്ട് കുളിക്കണം. അതാണ് പരിഹാരം. നിങ്ങളൊന്ന് കേട്ട് നോക്കി, ഇങ്ങനെ വികൃതമായ ഓരോ വിഷയങ്ങൾ അവതരിപ്പിച്ച് വിശ്വാസികളെ വഴികേടിലേക്ക് നയിക്കുന്ന ഈ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി രാവിലെ തന്നെ തൊപ്പിയും നല്ല താടിയൊക്കെ വെച്ചിട്ട് ഓരോന്ന് വന്ന് പ്രസംഗിക്കും, മറ്റുള്ളവരെ മെനക്കെടുത്താൻ വേണ്ടിയിട്ട്. ഇവർക്ക് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്, ഇവനെ ഫോളോ ചെയ്യുന്ന ഒരുപാട് സ്ത്രീകൾ. കണ്ണ് മാത്രം കാണിച്ചിട്ട് പർദ്ദയിടുന്ന സ്ത്രീകളില്ലേ, അതിൽ ഇവൻ്റെ ഫോളോവേഴ്സാണ് കൂടുതലും. ഇവൻ പറയുന്നത് സത്യമാണെന്ന് വിശ്വസിക്കുന്നവരാണ്. നിങ്ങളൊന്ന് കേട്ടു നോക്കിയേ ഇവൻ്റെ ഒക്കെ ഓരോ പ്രഭാഷണം. ശേഷം അത് മാറുന്നത് എങ്ങനെയാണ്? ആരുടെ കണ്ണാണോ തട്ടിയത് ആ വ്യക്തിയോട് കൈകളും കാലുകളും മുഖവുമെല്ലാം കഴുകാൻ പറഞ്ഞു. വുളു എടുക്കുക എന്നതാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. 2 ആണെങ്കിലും കുഴപ്പമില്ല, വുളു എടുക്കുക. എന്നിട്ട് ആ വുളു എടുത്ത വെള്ളവും താൻ അരയുടെ ഭാഗത്ത് ഉടുത്ത അരയുടെ ഭാഗമോ ആ ഉടുത്ത ഭാഗമോ കഴുകിയിട്ടും അതും ആ വെള്ളത്തിലാക്കിയതിനു ശേഷം കണ്ണേറ് തട്ടിയ ആളുടെ തലയിലൂടെ ഒഴിച്ചാൽ അവിടെ ശമനമുണ്ടാകുമെന്നാണ്. മതി. പക്ഷെ ആ വെള്ളം കൊണ്ട് ആർക്കാണോ കണ്ണേറ് തട്ടിയത് അയാൾ കുളിക്കണം. ആരുടെ കണ്ണേറാണോ തട്ടിയത് അയാൾ വുളു എടുത്താൽ മതി. ആർക്കാണോ കണ്ണേറ് തട്ടിയത് അയാൾ ആ വെള്ളം കൊണ്ട് കുളിച്ചാൽ വളരെ പെട്ടെന്ന് ശമനം കിട്ടും. ഇനി അതല്ലാത്ത ദിക്റുകളും മന്ത്രങ്ങളും ഖുർആനിലെ ആയത്തുകളും ഹദീസുകളും മറ്റ് ഹദീസുകളിൽ വന്ന അദ്കാറുകളും ദുആകളും എല്ലാം ചൊല്ലിക്കൊണ്ട് മന്ത്രിച്ചാലും ശിഫ ലഭിക്കുന്നതാണ്. പക്ഷേ ഈ വുളു എടുത്ത വെള്ളം കൊണ്ടുള്ള കുളി എന്നത് വളരെ പെട്ടെന്ന് ശിഫ ലഭിക്കുന്ന ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. പക്ഷേ ഈ വുളു എടുത്ത വെള്ളം കൊണ്ടുള്ള കുളി എന്നത് വളരെ പെട്ടെന്ന് ശിഫ ലഭിക്കുന്ന ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. നമുക്ക് കണ്ണേറ് പറ്റിയാൽ റുഖിയ ചെയ്യാം, മന്ത്രിക്കാം. ഇനി മന്ത്രിക്കാത്ത മറ്റൊരു വഴിയുണ്ട്. ആ വഴിയാണ് വഹുവൽ ഇസ്തിഗ്സാൽ.
കഴുകാൻ ആവശ്യപ്പെടൽ, അങ്ങനെ കഴുകൽ. വഹിയ അൻ യുഅ്താ ബിൽ ആഇൻ, അതെങ്ങനെയാണ്? കണ്ണേറ് ആരുടേതാണോ തട്ടിയത് അയാളെ കൊണ്ടുവരിക. വയുത്ലബു മിൻഹു അൻ യതവദ്ദ, വുളു എടുക്കാൻ ആവശ്യപ്പെടുക. സുമ്മ യുഖദു മാ തനാസറ മിനൽ മാഇ മിൻ അഅ്വാഇ, അയാളുടെ അവയവങ്ങളിൽ നിന്ന് വരുന്ന വെള്ളം ശേഖരിക്കുക. വയുസബ്ബു അലൽ മുസാബ് വയശ്റബു മിൻഹു വയബ്റഉ ബിഇദ്നില്ല, അങ്ങനെ കണ്ണേറ് തട്ടിയ ആളുടെ ശരീരത്തിലേക്ക് അത് ഒഴിക്കാം. ഇനി അതിൽ നിന്ന് അയാൾക്ക് വേണമെങ്കിൽ കുടിക്കുകയും ചെയ്യാം. അല്ലാഹു മറ്റൊരു വഴിയുണ്ട്. എന്താണത്? വലാ മാനിഅ മിൻഹാ അയ്ളൻ, അതിനും തടസ്സമൊന്നുമില്ല. വഹിയ അൻ യുഖദ ഷൈഉൻ മിൻ ശിആരിഹി, അയാൾ ഉപയോഗിച്ച ശരീരത്തിലെ ഏതെങ്കിലും ഒരു വസ്ത്രം ഉപയോഗിച്ചാൽ മതി. ഐ മാ യലി ജിസ്മഹു മിന സിയാബി കസ്സൗബി വത്താഖിയ്യ വസ്സിർവാൽ വഗൈരിഹ, അയാൾ ഉപയോഗിച്ച, കാരണം ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇസാർ അടിയിലൊടുക്കുന്ന തുണി, ആ തുണി കഴുകി ഉപയോഗിക്കാൻ പറഞ്ഞു. അത് ശരീരത്തോട് ചേർന്ന് നിൽക്കുന്നതായതുകൊണ്ടാണ്. അത് തലയിൽ കെട്ടിയതാവാം, അതല്ലെങ്കിൽ ബനിയനാകാം, ഇതേപോലെ പറഞ്ഞ തുണിയോ സിർവാലോ ആകാം. അല്ലെങ്കിൽ അബി തുറാബ് ഇദാ മശാ അലൈഹി വഹുവ റത്ബുൻ, ആ വ്യക്തി നടന്നുപോയ മണ്ണ്, ആ മണ്ണിന്റെ അംശം വരെ ഈ വെള്ളത്തിൽ ഉപയോഗിക്കാം. എന്നിട്ട് ആ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് കുളിച്ചാലും അതിൽ നിന്ന് ശമനമുണ്ടാകും. അതല്ല, അപ്പോൾ ഇതൊരു പ്രത്യേകമായ രീതിയാണ്, അതിനെ വുളൂവുമായി കണക്ട് ചെയ്യേണ്ടതില്ല. അതുകൊണ്ട് തന്നെ അക്കാര്യം അമുസ്ലിമിനും ചെയ്യാൻ സാധിക്കും, ജനാപത്തുകാരനും ചെയ്യാൻ സാധിക്കും, മറ്റാർക്കും ചെയ്യാൻ സാധിക്കും. പക്ഷേ അങ്ങനെ ആവശ്യപ്പെടൽ തന്നെ അതൊരു പ്രശ്നമായി തീരും. അമുസ്ലിമീങ്ങളാണ്, അവർക്ക് അതിന്റെ കാര്യങ്ങളൊന്നും അറിയില്ല, അതല്ലെങ്കിൽ അവർ ഉപയോഗിച്ച വല്ലതും എടുക്കുക എന്ന് പറഞ്ഞാൽ അതും പ്രശ്നമായി തീരും. ഇനി മുസ്ലിമീങ്ങളിൽ തന്നെ ഇതിനെ സംബന്ധിച്ച് യാതൊരു അറിവില്ലാത്ത ആളുകൾക്കിടയിൽ ഈ കാര്യം പറഞ്ഞുകൊണ്ട് അവരോട് ആവശ്യപ്പെട്ടാൽ അവിടെ ഒരു പ്രശ്നമാവുമെങ്കിൽ നാം ആ പ്രശ്നത്തിന് നിൽക്കേണ്ടതില്ല. പിന്നെ എന്താണ്? കാരണം ഈ ഒരു മാർഗം മാത്രമല്ല, ഈ മാർഗം ഏറെ ഫലപ്രദമാണ് എന്ന് മാത്രം.